ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം എത്തി. നമ്മുടെ കിച്ചു ഋതപ്പനെ കാണാനായിട്ട് കോട്ടയത്തേക്ക് പോയി. കുറേ സമയത്തിന് മുന്നെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇനി ഋതപ്പനെ കാണോ, അവൻ്റെ അനിയനെ കാണുമോ എന്നൊക്കെയുള്ളൊരു ഉത്കണ്ഠ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം മാറി നിന്ന് അവൻ്റെ അനിയനെ കാണാൻ പോയി. അങ്ങനെ ഒരു സന്തോഷം, ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നമുക്ക് സംസാരിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. കുറച്ച് ലെങ്തി ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വീഡിയോ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കിച്ചു പോകുന്ന ആ വീഡിയോ ഒന്ന് കാണാം. കോട്ടയത്തിൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ഋതപ്പനെ കാണാനായിട്ട് പോവാണ്. നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഋതപ്പനെ കാണാൻ വേണ്ടി കോട്ടയം. ഇപ്പം നമ്മൾ ചെങ്ങന്നൂരിൽ നമ്മളൊരു മറ്റേ കരിമ്പിൻ ജ്യൂസ്, കരിമ്പ് അത് കുടിക്കാനായിട്ട് നിൽക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ഋതപ്പനെ എടുത്തിട്ട് പോകണം. അവിടെ ചെന്ന് അവരുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ആ ഒരു ഇൻട്രോ വീഡിയോ അവരെടുത്തത്. അവർ തന്നെ പറയുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്താണ് റെസ്പോൺസ് എന്ന് അറിയില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നത്തിന് ശേഷം രേണു വന്ന് പറഞ്ഞിട്ടുണ്ട് കിച്ചുവിനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക, രേണു സുധിയൊക്കെ കണ്ടുപഠിക്കേണ്ടത് കിച്ചുവിനെയാണ്. കാരണം ഈ കുട്ടിയുടെ അത്ര പക്വത പോലും ഇത്രയും പ്രായമുള്ള ആ സ്ത്രീക്ക് ഇല്ല എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും, എയർപോർട്ട് മുതൽ അങ്ങ് ദുബായ് മുതൽ ഓടിടുന്ന സ്ഥലത്തും എവിടെ പോയാലും കിച്ചുവിന് ഒരു ക്വസ്റ്റ്യനും കൊണ്ടുവരുമ്പോൾ വലിയ ആളായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയിട്ടില്ല, ഞാൻ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നിങ്ങളും ഈ കുട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അവനും വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, അവൻ്റെ പ്രായം അതാണ്. എനിക്ക് വേണമെങ്കിൽ പോയി കണ്ടാൽ മതിയെന്ന് ഇരിക്കാം. പക്ഷേ രക്തബന്ധം എന്നുള്ളതുണ്ട് രേണുസുതി. നിങ്ങൾക്കൊക്കെ അപ്പുറമാണ് ആ ഒരു ബന്ധം. അവൻ അതെല്ലാം മറന്നു. അവനറിയാം ചിലപ്പോൾ കാണാൻ സമ്മതിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വരാം, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാതിരിക്കാം. പക്ഷേ ആ കുട്ടി ഒരുപാട് മനസ്സിൽ ഉത്കണ്ഠകളോടുകൂടി ആ കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ആ പവർഫുൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. കാര്യം അവനാണ് അത്രയും സപ്പോർട്ട് ആൾക്കാരടുത്തുള്ളത്. അത് അവനറിയാം. ഇനി നിങ്ങൾ അത് അവനെ കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും അവൻ അതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്ന കേരളം കത്തും. ഒന്നാമതേ നിങ്ങൾ കത്തി മറ്റേ റോക്കറ്റ് പോലെ മേലോട്ട് പോയി. ഇനി നിങ്ങളുടെ വീടും സ്ഥലവും എല്ലാം കത്തുന്ന രീതിയിലായിരിക്കും വാർത്ത വരുന്നത്. ആ കുട്ടിക്ക് അത്രത്തോളം കോൺഫിഡൻറ്റോട് കൂടിയാണ് അവ ആ കാണാൻ പോയത്. എനിക്ക് അതാണ് അത്രയും അഭിമാനം തോന്നിയത്. കാര്യം അവ ഒന്ന് ഇൻട്രോവർട്ടാണ്. അവൻ ആ 2 വീഡിയോ ചെയ്തപ്പോഴും ഇവരെ ചുറ്റാകെ നിൽക്കണം മറ്റേ പെയിന്റഡ് ടീമുകളെല്ലാം കൂടി എടുത്തിട്ട് അലക്കിയപ്പോഴും എനിക്കൊരു പേടിയായിരുന്നു, ആ കുട്ടി ഇനി പോവോ, ഇനി അഥവാ ആ കുട്ടി കാണാൻ പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ രേണു സുധിയാണ് അങ്ങോട്ട് വിളിച്ച് ഇനി കൊല്ലത്ത് പോയി കണ്ടാൽ ഇവന് കുറച്ചും കൂടി നെഗറ്റീവ് വരും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ ഒടുവിൽ രേണു സുധി പോയി കണ്ടില്ലേ, അല്ലെങ്കിൽ രേണു അവനെ വിളിച്ചില്ലേ, ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് രേണു ഫോൺ ചെയ്യുകയാണെങ്കിൽ ഇവൻ ഒരുപാട് നെഗറ്റീവ് വരും. അപ്പൊ ഇവൻ കാണാതിരിക്കും തോറും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ കുട്ടി എപ്പോഴെങ്കിലും പോവോ, ഇവനായിട്ട് പോവോന്ന്. എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ, എല്ലാ അർത്ഥത്തിലും പറയാനായിട്ട്. ഇതിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ഇവൻ അവിടെ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം ആ ഋതപ്പന്റെ മുഖത്തൊന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൻ ആകെ ഒന്ന് പേടിച്ചാണ് ഇരുന്നത്. കാര്യം അവന്റെ അമ്മയെ വിളിക്കാൻ എയർപോർട്ടിലോ എറണാകുളത്ത് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിന്റെ ഇടയിൽ വെച്ച് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇവനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കടയിൽ കൊണ്ടുപോയി വല്ലതും വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുപോകും. കാരണം ഇവൻ അമ്മയെ വിളിക്കാൻ പോകണം. ഈ കുട്ടിക്ക് നല്ല പേടിയുണ്ട്. ഋതപ്പൻ ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് പോയി കണ്ടാൽ കാണാം അവൻ ഒട്ടും ഹാപ്പിയല്ല. അവൻ വളരെ പേടിച്ചാണ് ഇരുന്നത്. അവൻ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട്. ചിലപ്പം കിച്ചുവിൻ്റെ കൂടെ പോയത് കൊണ്ട് കിച്ചു വീട്ടിൻ്റെ അകത്ത് നിന്ന് കിച്ചു കൂട്ടുകാരും വിളിക്കുമ്പോൾ പോലും അവനൊരു 2 മനസ്സാണ്, വരാം എന്നൊക്കെ പറയുന്നെങ്കിൽ അവൻ ആദ്യത്തെ വീഡിയോയിൽ കാണുന്നത് പോലത്തെ ഒരു ആവേശമേ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലാസ്റ്റില്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അവിടെയാണ് നമ്മൾ കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ അമ്മ എന്തോ അവിടെ ഉള്ള രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച്
പിന്നെ പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്തോ അമ്മയുടെ അടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ, അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയുടെ ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞ, അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാണ് എല്ലാരും പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല, കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം. പിള്ളേർക്ക് എന്താ അറിയാ, പിള്ളേരെന്ത്. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതൊക്കെ നിങ്ങളെന്ന് കാണിക്കാന്നും കൂടെ വിചാരിച്ചു. അപ്പം താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ശരി, ഓക്കെ. അപ്പൊ ഇതാണ് ആ ലാസ്റ്റില് പറഞ്ഞത്. അല്ല, രേണുസുധിയുടെ അച്ഛൻ എന്താ അവകാശം കൊണ്ട് പോണ്ടെന്ന് പറയാൻ? അത് അവന്റെ സ്വന്തം അനിയനാണ്. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെ കണ്ടിട്ടില്ല, കിച്ചുവിനെ എല്ലാരും നല്ല സ്നേഹത്തിലാ കണ്ടത് എന്നൊക്കെ. പിന്നെ എന്തിനാ ആ അച്ഛൻ പറയുന്നേ? ഈ മകനും ഈ കൊച്ചുമകനും അതും ഒരുപോലെ അല്ലേ? അപ്പൊ പിന്നെ ഈ ചേട്ടൻ കൊണ്ടുപോകുമ്പോ എന്തിനാ കൊണ്ടുപോകണ്ട, ഇങ്ങനെ കണ്ടോളൂ എന്ന് പറയുന്നത്? ഇനി രേണുസുധിയുടെ ചേച്ചി പുള്ളിക്കാരിയുടെ മക്കളെ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നത് അവരുടെ അവകാശമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാലും അതും മറികടന്ന് ഇവൻ അവരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടാണ് തോന്നുന്നത്. അവന് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. രേണുസുധി ഇവന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കൂ. കാര്യം ഇവന് മിണ്ടാതിരിക്കാം, ഇവൻ ആ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കാം, ഋതപ്പനെ മാത്രം കൊണ്ടുപോകും. പക്ഷെ ഇവൻ ആ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനി എങ്ങനെയായാലും രേണുസുധിയെ വിളിച്ച് ചോദിച്ചിട്ടാണെങ്കിലും അങ്ങനെയായാലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഭയങ്കര പവർഫുള്ളാണ്. കാരണം അവർക്ക് പോലും തടുക്കാൻ പറ്റുന്നില്ല അവരുടെ കുട്ടിയെ കൊണ്ടുപോകണ്ട എന്ന് പറയാനായിട്ട്. പിന്നെ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് വാങ്ങിച്ചാലും കുഞ്ഞുനാൾ മുതലേ 3 പേർക്കായിട്ടാണ് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു ഇവൻ ആ സുധിച്ചേട്ടന്റെ സ്വഭാവമാണ്. ഒരുപാട് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് നോ പറയില്ല, അച്ഛന് മറ്റുള്ളവർക്ക് വിഷമം വരുമെന്നും പറഞ്ഞ് മിണ്ടാനിക്ക്, അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കും. അതേ ക്യാരക്ടറാണെന്ന് തോന്നുന്നു എനിക്ക് ഇവന്. അങ്ങനെ എൻ്റെ അനിയൻ മറ്റുള്ളവര് അങ്ങനെ അവൻ കണ്ടിട്ടില്ല. കുറേ ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, രേണുസുധി ഋതപ്പനെ കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ ഇട്ടു. ഋതപ്പനെ രേണുസുധിയുടെ ചേച്ചിയുടെ മകനെയും കൊണ്ട് നിർത്തിയിട്ട് ഫോട്ടോ വെച്ചായിരുന്നു, ഋതപ്പന്റെ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അത്രയൊക്കെ ഇവനെ പ്രൊവോക്ക് ചെയ്തിട്ടും ഇവൻ വന്നു. അതാണ് ആ രക്തബന്ധം എന്ന് പറയുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സജീന വ്ളോഗ്സിന്റെ കൂടെ ആയിരുന്നു അല്ലെ, എന്തൊക്കെയോ പറഞ്ഞ് എവിടെ പോയി? കടുവിന്റെ അകത്ത് കയറി ഒളിച്ചോ? എന്തൊക്കെയാ അന്ന് പറഞ്ഞത്? കിച്ചു 2ാമത് വീഡിയോ ഇട്ടപ്പോ കിച്ചു രക്തബന്ധം എന്നുള്ളതുണ്ട്, ആ രക്തബന്ധം എന്നുള്ളത് നിനക്ക് ഇനി കാണാൻ പറ്റുമോ? നിന്റെ അമ്മ ഇനി നിന്നെ കാണിക്കോ? നീ അതൊക്കെ ചിന്തിക്കണ്ടേ മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരു ബലൂൺ പോലെ പെരുകി വന്ന് ഞാൻ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു ഈ പെണ്ണുമ്പുള്ള പറയുമ്പോ ഒരു ബലൂൺ പോലെ പെരുകി വരും, തീരമ്പി ഇങ്ങനെ പോകുന്നു. പോയോ? കണ്ടോ? അതാണ് രക്തബന്ധത്തിനപ്പുറം. അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കിച്ചു ഈ ഓലപ്പാമ്പുകളെ കണ്ട് പേടിക്കരുത്, നീ അങ്ങനെ മിണ്ടാ നിൽക്കരുത്, നീ എന്തായാലും നിന്റെ അനിയനെ കാണാൻ പോണം എന്ന് പറഞ്ഞു. എന്റെ വീഡിയോ കണ്ടിട്ടൊന്നും അല്ല ആ കുട്ടി പോയത്, അവന്റെ മനസ്സിൽ തോന്നി. അവന് വേറെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മോനെ നീ അങ്ങോട്ട് പോയി തന്നെ കാണണമെന്ന്. അത് തന്നെ സംഭവിച്ചു. ആ ഒരു ചാരിതാർത്ഥ്യം, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പൊ സജിനെയൊക്കെ ഇനിയിപ്പോ വന്നിരുന്ന് വെളുപ്പിക്കും. കാരണം രേണുസുധിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വരും. പുള്ളിക്കാരൻ തന്നെ ഈ ബിടെക് എന്നുള്ള ജോലിയൊക്കെ മാറ്റി പെയിന്റടി എന്താണ് ഇവരുടെ സ്ഥിരം പരിപാടി, പെയിന്റടി ആണല്ലോ. അപ്പൊ ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വരും വെളുപ്പിക്കാനായിട്ട്. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ രേണുസുധി കാണിക്കില്ല, രേണുസുധി അങ്ങനെയാണെന്ന്. ഇതാണ് അമ്മയും മക്കളും എന്നും പറഞ്ഞ് വീണ്ടും ചാച്ചിയായിട്ട് വെളുപ്പിക്കും. അത് ഞാൻ പറഞ്ഞതാണ്, അത് കണ്ട് ആരും വിശ്വസിക്കരുത്. ചാച്ചി കൊണ്ടുപോണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ വേറെ രീതിയിൽ കത്തിപ്പോയേനെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ. അതാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണാം. രേണുസുധി നമ്മുടെ ഷെഫീല ചേച്ചി
ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടിരുന്നു. UK-യിലുള്ള ഒരു വ്യക്തി രേണുസുതിയെ ഡയറക്റ്റായിട്ട് വരുന്നു, റേറ്റൊക്കെ നേരിട്ട് കാണാനുള്ള റേറ്റൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും നമ്മൾ എല്ലാവരും പറഞ്ഞു രേണുസുതി എന്താ പ്രതികരിക്കാത്തെന്നുള്ളത്. അപ്പം രേണുസുതി കഴിഞ്ഞ ദിവസം ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, രേണുസുതിയുടെ ചാനലിൽ കൂടി തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷെഫീന ചേച്ചി ഇട്ട് വിവി എന്ന് പറയുന്ന ആ ഒരു പയ്യൻ അയച്ചു കൊടുത്തു. അതെടുത്ത് രാജ് സ്റ്റേജൻ ചെയ്തു. ഞാൻ ആ വീഡിയോ കണ്ടു. ഞാൻ വീഡിയോ ഒക്കെ ചെയ്തു വച്ചതിന് ശേഷമാണ് ആ വീഡിയോ കാണുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം രേണുസുതി ഇതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, മാറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം രേണുസുതി ഇപ്പൊ വന്ന് മൈ ചേർക്കുന്ന ചീത്തയെ വിളിക്കുന്നുള്ളൂ. ഞാൻ രേണുസുതിയുടെ 1-2 റീൽസ് കണ്ടിട്ട് കമന്റ് ബോക്സ് ഓൺ ആവുന്ന ആ ടൈമിൽ പോയി നോക്കുമ്പോൾ എൻ്റെ പൊന്നെ എന്തൊക്കെയാണെന്നറിയാമോ ഈ സ്ത്രീ റിപ്ലൈ കൊടുക്കുന്നത്. ആൾക്കാർ നെഗറ്റീവ് കമന്റ് പറഞ്ഞ ചീത്ത വിളിയോടുകൂടിയാണ് റിപ്ലൈ കൊടുക്കുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ കമന്റ് ബോക്സ് ഓഫാണ്. പിന്നെ എന്തിനാ കമന്റ് ചെയ്യുന്നത്? ഇനി അത് കഴിഞ്ഞിട്ട് പല കമന്റ്സും ഇവർ ഡിലീറ്റ് ചെയ്ത് കളയും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയായിരുന്നു. നിങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്തോ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തോ നിങ്ങളുടെ ഫേസ്ബുക്ക് പൂട്ടിപ്പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞാൻ തുണി കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞ് നോക്കി കമന്റ് ബോക്സ് ഓഫ്. പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ നിന്നാണ് ഞാൻ ആ ഒരു ചെറിയൊരു ഭാഗം എൻ്റെ ഫേസ്ബുക്കിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചു തന്നത്. പുള്ളിക്കാരി എല്ലാം പെട്ടെന്ന് ഓഫാക്കി വെക്കും. അതുപോലെ തന്നെ ഈ ഒരു റിപ്ലൈ കൊടുത്തതിന് ശേഷം പിന്നീട് കമന്റ് ബോക്സ് ഓഫാണ്. അതിൽ ഇവർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇവർ പറയുന്ന ഒരു സെന്റൻസ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് മീറ്റ് ചെയ്യാം, കോഫി കുടിക്കാം, ഷൂട്ടിന് പോവാം, പിന്നെന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ടിൽ പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നേ? അത് അവർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കമന്റിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ ചീത്ത വിളിച്ചോണ്ട് വന്നേനെ. ഇവര് തൊട്ടതിനും പിടിച്ചതിനും അന്ന് ആ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ ഷെഫീന ചേച്ചിയെ ചീത്ത വിളിച്ച് അവരുടെ അമ്മയാണ്, അവരുടെ അമ്മച്ചിയാണ്, അവരുടെ അച്ഛനാണ്, അല്ലെങ്കിൽ അവളായിരിക്കും പോയി അങ്ങനെ ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ആത്മാഭിമാനത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞതും സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം. രണ്ടാമത് ഈ ഒരു കാര്യം പറയുമ്പോഴും ഏതൊരു വ്യക്തി, അതായത് രാജ്യദ്രോഹ കുറ്റം വരെ വന്ന് നമുക്ക് അകത്ത് കിടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് വരെ വന്ന് കമന്റ് ചെയ്യാതെ ഇരുന്നിട്ട് ഇതുപോലുള്ള ഒരു കമന്റ് കൊടുക്കണമെങ്കിൽ ഇതിലെന്തോ ഉണ്ട്, തീർച്ചയായിട്ടും എന്തോ ഉണ്ടെന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ശാരിക കുറിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ ശാരികയെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ ശാരികയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ ആ ഇന്റർവ്യൂ ഫുള്ള് കേട്ടപ്പോൾ എനിക്ക് തോന്നി റിയാക്ട് ചെയ്യാനുണ്ട്. കാര്യം അവർ പറയുന്ന മണ്ടത്തരങ്ങൾ അത്രത്തോളം ആണ്. ഞാനൊരു ഷോർട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു അവർ വന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്സ് പറഞ്ഞ് പോയതാണ്, മറ്റേ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കും, അത് എടുത്തു വെച്ച് പറയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ആ വീഡിയോ ഫുൾ എടുത്തു വെച്ച് നോക്കുന്നു. ഞാൻ അങ്ങനെ ശാരികയുടെ ചാനലിൽ പോയി ഞാനത് നോക്കിയപ്പോൾ ദൈവമേ, അതിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് ആദ്യം ഒന്ന് കേൾക്കാം. ആദ്യം ഇതിന് മുന്നേ ഈ ശാരിക പറയുന്ന കുറച്ച് ബോഡി ഷെയ്മിങ് ഉണ്ട്. അതിന് മുന്നേ രേണുസുതിയുടെ കൂടെ നിൽക്കുന്ന ക്യാമറാമാൻ പോലും, അതായത് ഈ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരൻ പോലും ഒന്ന് നല്ല രീതിക്ക് ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിക്ക് ചർച്ചയാക്കേണ്ട കാര്യമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതെന്താ ആദിവാസി ലുക്ക് പോലെ ഒരു ബട്ടൺ പോലെ ആ പാവാട പപ്പടോ എല്ലാരും ഇവിടെ അത് ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. അതെന്താ അവർ അത്രയ്ക്ക് വൃത്തികേടാണ്? ആദിവാസി ഊരുകളിൽ നിങ്ങളാരും പോവാറില്ലേ? എന്താ ഇതിനെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കാത്തത്? ആദിവാസികളെ പോലെ എന്ന് പറയുമ്പോൾ ഇതിന് രേണുസുതിക്ക് തിരിച്ചു മറുപടി പറയാനില്ലേ? രേണുസുതിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടാണ് വല്ലവരും അങ്ങ് പോടി പുല്ലേ എന്ന് വിളിച്ച നീ പോയി നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ എന്നും പറഞ്ഞ് പറയും. ഇതെന്താ, നീ പോയി നിന്റെ വീട്ടുകാരെ ആദിവാസികളെ എന്ന് വിളിക്കാത്തെന്താ? ആദിവാസികളെയാണോ കളിയാക്കേണ്ടത് എന്ന് ചോദിക്കാത്തെന്താ? അതിന് ആൻസർ പറഞ്ഞുകൊണ്ട് പോകുന്നത് നിങ്ങളുടെ ഓൺലൈൻ മീഡിയക്കാരനായതുകൊണ്ടോ? നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് നിങ്ങളെ എന്തും വിളിക്കാമോ? ഇത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് ചാച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക. ഇനി
ഈ ശാരിക ഇല്ല കൊച്ചിനെ കുളിപ്പിച്ച് ഇല്ലാതാക്കും കണക്ക് മറ്റേ പോയി എനിക്ക് ചിരി വന്ന് നമ്മുടെ സുരാജേട്ടൻ പറയും പോലെ ഇവൻ ചെറ്റയാടാ, ഇവൻ പരമ ചെറ്റയാ എന്ന് സുരാജേട്ടൻ ഒരു ഒരു സിനിമയിൽ പറയും പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരി അങ്ങ് വെളുപ്പിച്ച് അവസാനം അങ്ങ് ബോഡി ഷെയ്മിങ് ചെയ്ത് അങ്ങ് തകർക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാത്. അപ്പൊ രേണുസുതി അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട് എന്താ പറയുന്നത് അവളോട് തപ്പി നോക്കണം വല്ലതും ഉണ്ടോന്ന്. ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ പറയുക ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുധിര മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. എല്ലാവരെയും നിങ്ങൾ കുറ്റം പറയുന്നേ, എന്നിട്ട് അന്തസ്സായിട്ട് വന്ന് സംസാരിക്കും. ഇവിടെ നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടത്തിൽ സീസൺ 7 അല്ലെങ്കിൽ സീസൺ 7 മുമ്പുണ്ടായിരുന്ന സീസണുകളിലെയും പല കണ്ടസ്റ്റൻറ്റുകളും ക്ലീവേജും വയറും ബാക്കും തൈസും ബിക്കിനിയും ഒക്കെ ഇട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് രേണുസുധിയിൽ നിങ്ങൾ കണ്ട കുറവ്, കുറ്റം? അവരാരെയും നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും പറയുന്നില്ല. ഒരു സാധനം അവരെ കുറിച്ച് ആദ്യം പറയാനുള്ളത്, ഇവരിതേ പറഞ്ഞ് ബോഡി ഷേമിങ് ചെയ്യാണ്. ഒന്നുമില്ല, ഉള്ളത് തപ്പി നോക്കണം. രേണുസുധിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടോ? രേണുസുധി ഇത് ഷെയർ ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റയില്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് നാണം ഇല്ലേ? നിങ്ങളുടെ ബോഡി വെച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് സബ്സ്ക്രിപ്ഷനിൽ. അവിടെ ഒരു ശരീരത്തിൽ ഒന്നുമില്ല, തപ്പി നോക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബർ കയറോ? നിങ്ങൾക്ക് പിന്നെ കാല് മതിയായിരിക്കുമല്ലോ. എൻ്റെ പൊന്നു രേണു, ഇത് കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളോട് വെറും പുച്ഛം മാത്രമാണ്. ഒരാളെ അത്രയും ബോഡി ഷെയ്മിങ് ചെയ്തു എന്ന് വിചാരിക്കാനുള്ള ഒരു ഇതുപോലുമില്ല, ഒരു ബുദ്ധി മൂളെ ഒന്നുമില്ല. ഇനി രണ്ടാമത് ഇവർ പറയുന്നു വണ്ണമുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നു. അത് ആരാണെന്നൊക്കെ അറിയാം. നിങ്ങൾ ഈ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് കണ്ടില്ലായിരുന്നോ? പൊങ്കാല സമയത്ത് വന്ന വീഡിയോസ് കണ്ടില്ലായിരുന്നോ? അതിൽ പലരും വന്ന് പിന്നീട് മാപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു? ശാരികെ, നിങ്ങൾ എന്തുദ്ദേശിച്ചാ പറയുന്നത്? അവരാരെയും ഒന്നും പറയത്തില്ല. ഞാൻ ഒരുപാട് പേര് എടുത്തു വെച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. പമ്പ സംസാരിച്ചിട്ടുണ്ട് അവരെ വെച്ചിട്ട്. അതുപോലെ നിമിഷ ബിജോയെ സംസാരിച്ചിട്ടുണ്ട്. ബിജി മോള അവരെ സംസാരിച്ചിട്ടുണ്ട്. ഈ യൂണിവേഴ്സിൽ മിക്ക ഉള്ളവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്തിനാ അവർ വന്ന് മാപ്പ് പറഞ്ഞത്? നിങ്ങൾ അതൊന്നും കേട്ടില്ലായിരുന്നോ? നിങ്ങൾ ചുമ്മാ അങ്ങ് കയറിപ്പോ. ഇവരെപ്പോഴും മലയാളികളെ കുറ്റം പറയും. ഇവരെന്ത് പറഞ്ഞാലും മലയാളികൾ അത് നോക്കണം, മലയാളികൾ ഇത് നോക്കണം. കാര്യം വേറെ സംസ്ഥാനത്തുള്ളവരാ. വെറുതെ കയറി വന്നതാ. ഇതിൽ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്ന കണ്ടില്ലേ? രേണുവിന് ഇതുപോലുള്ളൊരു വീഡിയോയിൽ വന്ന് ഇവർ അഡ്വർടൈസ്മെന്റ് എന്താണ് പെയ്ഡ് പ്രൊമോഷൻ ശ്രദ്ധിക്കും, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അതാണ് കാണിക്കുന്നത്. ഇവരൊക്കെ എന്ത് നിലപാടുള്ള സ്ത്രീയാണ്? ഒരു തേങ്ങയല്ല. ആ ബിഗ് ബോസിൽ ചെന്ന് കയറി എന്തൊക്കെയോ മലമറിക്കുമെന്ന് പോയി 10-25 ദിവസമായപ്പോൾ എടുത്ത് തൂക്കി വെളിയിലിറങ്ങി. എന്നിട്ട് മനസ്സിലാക്കുന്നില്ല. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഒരുപാട് വ്ളോഗേഴ്സും ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ ഇവരെ തെറിത്താത്താന്ന് വിളിക്കുന്നത്. അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു 7 മണിക്കൂർ അവരിട്ടൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുധിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്തു വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണൊരു വ്യക്തി ഇനി ഇല്ല, ഇനി തൻ്റെ പുറകെ വരില്ല. അതൊരു സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുധിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. വേറൊന്നുമല്ല, ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റയാളെ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. അതുകൂടാതെ കുറേയധികം വ്ളോഗേഴ്സ് ഉണ്ട്. അവരെന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോൾ ആ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ചീത്ത വിളി. ഇപ്പോൾ തുടങ്ങും ചീത്തവിളി, ഇപ്പോൾ തുടങ്ങും. ഇത് പബ്ലിഷ് ചെയ്ത് ഉടനെ ചീത്തവിളി തുടങ്ങും. അത് വാട്ടവർ, എന്തായാലും ആയിക്കോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെന്തൊക്കെയാണ് പറയുന്നത്?
ഇവര് ആ തെറിത്താത്ത നിർത്തിപ്പോയി എന്നുള്ളത് ചേച്ചി സദ്യ തീർന്നപ്പോഴാണ് കയറി വരുന്നത്. എല്ലാം കഴിഞ്ഞ് കുറെ നാളായിട്ട് പറഞ്ഞ് ഇപ്പൊ ഏകദേശം അത് അണഞ്ഞണഞ്ഞ് വരണം. ഇനി രേണുസുതി എന്തെങ്കിലും പറഞ്ഞാലേ എടുത്ത് പറയാനുള്ളൂ. അവര് പറഞ്ഞു അവരെ ലാസ്റ്റിലെ വീഡിയോ ആണെന്ന്. നിങ്ങൾ ഇത് വെറുതെ പ്രൊവോക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ചേച്ചിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു കൂടുതൽ എടുത്തിടും. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറയണം നിങ്ങൾ ആ തെറിത്താത്തെ അടിച്ചിരുത്തിയെന്ന്, നിങ്ങളുടെ കുറെ കഴിവുകൊണ്ട് അടിച്ചിരുത്തിയെന്ന്. ചേച്ചി ഞങ്ങളൊക്കെ തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ട് കഴിവേറിപ്പോയി എന്നുള്ളത്. ആ കാറ്റഗറിയിലാണ് ചേച്ചിയൊക്കെ ഉൾപ്പെടുന്നത്. എന്റെ പൊന്നു പെണ്ണുമ്പുള്ളെ, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഇതുണ്ടോ? എല്ലാം കത്തി തീർന്ന് ചാമ്പലായി അത് മഴയെ പെയ്ത് അതിൽ നനഞ്ഞ് എന്നിട്ട് കൊണ്ടുവന്ന് തീപ്പട്ടി ഒരു ചുട്ടു കൊടുക്കുകയാണ്. കത്തത്തില്ല, അവിടെ ഇരുന്നോ നിങ്ങള്? രണ്ടാമത് ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാലം അവർക്ക് വേണ്ടി സംസാരിച്ചവരൊക്കെ ആരായി? സജിനെ, ശ്രീതു, നിങ്ങളൊക്കെ എവിടെ പോയി? ഈ ചേച്ചി വന്നു സംസാരിക്കാൻ. ഇനി അവരാ പവർഫുൾ ലേഡി എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? പവർഫുൾ ലേഡിക്ക് എന്താ ഒരു കമന്റ് പോലും കേൾക്കാനുള്ള കെൽപ്പില്ലേ? സാധാരണ എല്ലാരും ഈ തെറിത്താത്ത എന്ന് പറയുന്ന അവര് കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടില്ല. ഞാൻ കാണുന്ന മിക്ക നെഗറ്റീവ് കാണുന്ന ആൾക്കാർ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടില്ല. ഈ പവർഫുൾ ലേഡി മാത്രം എന്താ ചാച്ചിയെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആദ്യം പറയും പിച്ച് ചീന്താൻ വരുന്നില്ലല്ലോ എന്ന്. ആ പിച്ച് ചീന്തണമെങ്കിൽ അതൊരു പവർഫുൾ ആളിനെ ആയിരിക്കില്ല. പവർഫുൾ ആളിനെ പിച്ച് ചീന്താൻ ആരും ചെല്ലില്ല. നിങ്ങൾ ഒരു ഭാഗത്ത് പറയും രേണുസുതിയെ പിച്ച് ചീന്താൻ വരുന്നു, രേണുസുതിയുടെ പുറകെ പോകുന്നു എന്നുള്ളത്. എന്താ രേണുസുതിക്ക് പേടിയാണോ? പേടിയുള്ളവരെയല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ പറയും പവർഫുൾ ആയിട്ടുള്ളതാണെന്ന്. ചേച്ചി എന്തിലെങ്കിലും ഉറച്ചു നിൽക്ക്. എന്തടേ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാരും ഇങ്ങനെ ആയിപ്പോയത്? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സപ്പോർട്ട്. ചേച്ചിയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. കാരണം ഇരട്ടിച്ചാണ് ഒരാളിനെ കാണുന്നത്, ഒരാളിനെ 10 ആൾക്കാരായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നത്. ലക്ഷക്കണക്കിന് സപ്പോർട്ട് ഉള്ളത് രേണുസുതിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണ് ഉള്ളത്. ആ കിച്ചുവിനുണ്ട് ലക്ഷക്കണക്കിന് സപ്പോർട്ട്. ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ചേച്ചിക്കുണ്ട് ലക്ഷക്കണക്കിന് സപ്പോർട്ട്. ബാക്കിയുള്ളവർക്ക് അത്രയും ഉണ്ട് ലക്ഷക്കണക്കിന് സപ്പോർട്ട്. എന്റെയൊക്കെ കമന്റ് ബോക്സിൽ എത്ര കമന്റ്സ് വരുന്നോ വല്ലപ്പോഴും ആയിരിക്കും നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. നിങ്ങളുടെ പവർഫുൾ ലേഡിയുടെ കമന്റ് ബോക്സ് നിറയെ നെഗറ്റീവ് കമന്റ്സാ. നിങ്ങളുടെ പവർഫുൾ ലേഡി കിടന്ന് വൃത്തികെട്ട ചീത്തകളാ വിളിക്കുന്നേ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ചാനലും തുറന്നു വെച്ചു എന്ന് പറഞ്ഞ് ആ ചേച്ചിയെ കുറ്റപ്പെടുത്തുമ്പോ നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ പേപ്പട്ടി എന്നൊക്കെ പറയുന്നത് നല്ല വാക്കാണോ? നല്ല സംസ്കാരമാണോ സ്ത്രീയെ? നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങൾ എന്തോ വിചാരിച്ച് നിങ്ങളിൽ ആൾക്കാരെ പിടിച്ചിരുത്തി ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞ് ഒരു തിരക്കഥയും കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഒന്ന് അഭിനയിച്ചു തരണേ എന്നും പറഞ്ഞ് ഒരു നിലപാടും ഇല്ലാതെ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റാത്ത നിങ്ങൾ എവിടുത്തെ ഇതാണ്? നിങ്ങളാണോ ആ ഒരു പവർഫുൾ കാര്യങ്ങള്? നിങ്ങളാണോ അവരെ പവർഫുൾ ലേഡിയൊക്കെ? നിങ്ങളും പവർഫുൾ അല്ല, നിങ്ങളുടെ കൂട്ടുകാരികളും പവർഫുൾ അല്ല. ഒരു തിരക്കഥ എഴുതി കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കും കേട്ടാന്ന് പറയുന്നത് നിങ്ങൾ വെറും ഭീരുവാണ്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇരിക്കൂ എന്നുള്ളത്. നിങ്ങളുടെ കൂട്ടുകാരി അതിന്റെ അപ്പുറം. എന്നിട്ട് ഇത് ഒരു മാനോ ഇല്ലാതെ എടുത്ത് എന്ത് ചെയ്യും? അത് ഷെയർ ചെയ്യും. നമുക്കതൊരു കണ്ടന്റ്. നിങ്ങൾ വിചാരിച്ചു ആ ചേച്ചി വരും, എന്തായാലും ഇതിന് നല്ല മറുപടി ആയിട്ട് വരും. അവർ നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചീറ്റിപ്പോയി. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല നിങ്ങൾക്ക് മറുപടി കിട്ടിയത്. നമുക്കിനി വേറൊരു വീഡിയോ കാണാം. സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിൻ്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. പവർഫുൾ ലേഡിയുടെ പുറകെ മാന്തി കീറാൻ നടന്നു. രേണു പേടിച്ചില്ല. രേണു പേടിച്ചില്ലെങ്കിൽ രേണു കമന്റ് ബോക്സ് ഓഫ് ആക്കൂല. രേണു പേടിച്ചു കേട്ടാ. രേണു പേടിച്ചതുകൊണ്ടാണ് ഇപ്പം മിണ്ടാത്തത്. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന രാജ്യദ്രോഹ കുറ്റം വരെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കറണ്ട് സിറ്റുവേഷനിൽ, നിങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന സിറ്റുവേഷനിൽ നടന്നുകൊണ്ട് പോകുന്നത്. എന്തേ പ്രതികരിക്കാത്തെ? എന്തേ ഒരു വാക്ക് മിണ്ടാത്തെ പവർഫുൾ ലേഡി? എടി തെറിത്താത്തേ എന്നും പറഞ്ഞ് വരണവളൊക്കെ എവിടെ പോയി? കടുകിന്റെ അകത്ത് കയറി ഒളിച്ചോ നിങ്ങളുടെ പവർഫുൾ ലേഡി? എൻ്റെ പൊന്നു ചാച്ചി,
ചേച്ചിയുടെ ചാനലിരുന്ന് ഈ ഹോട്ട് സീറ്റിൽ വരണവരടുത്ത് ഇരുന്ന് ചേച്ചിക്ക് വല്ലതൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വലിയ ആളാണെന്ന് കാണിച്ചാൽ പോരെ, വന്നിരുന്ന് ഇങ്ങനെ നാണം കെടേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ട് സിമ്പതിയാണ് തോന്നുന്നത്. കാരണം നിങ്ങളിൽ എന്തോ ആണെന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാർ പറയും പോലെ പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് അത്രയും പൊട്ടത്തരമാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെപ്പോലുള്ളവരാണ് ആ രേണുസുതിയെ എടുത്ത് എന്താക്കുന്നത്, ഒരു കുഴിയിലേക്ക് തള്ളിവിടുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രേണുസുതിയെ നടുക്ക് നിർത്തിയിട്ട് നിങ്ങൾ ആ തെറിത്താഴത്തെ അങ്ങോട്ടൊരു ഗോൾ ഇതിട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് അടുത്ത ഗോൾ അടിക്കുന്നു. അങ്ങനെ നിങ്ങൾ കളിക്കാൻ നോക്കിയതാണ്, പക്ഷേ ചീറ്റിപ്പോയി. ഇനി ഇവരെന്തിനാണ് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ചാനലിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെ പറഞ്ഞതെന്നും ഇവര് എന്തുകൊണ്ടാണ് രേണുസുതിയുടെ വിഷയം തന്നെ പറഞ്ഞതെന്നും ഒക്കെയുള്ളത് ഇവരുടെ വായിൽ നിന്ന് തന്നെ ആദ്യം തന്നെ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ മണ്ടത്തരം വരുന്നുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. റിയാലിറ്റി ബൈ ശാരികയുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രയും കാലം ഞാൻ ഇൻ്റർവ്യൂ പാറ്റേൺസ് മാത്രമാണ് റിയാലിറ്റി ബൈ ശാരികയിൽ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ റീച്ച് ആവണം, ജനങ്ങളിലേക്ക് എത്തണം, ഒരു ആവറേജ് വ്യൂസ് വേണം. എന്നാൽ മാത്രമേ ഞാൻ എന്ത് പറഞ്ഞാലും അത് നല്ലതോ ചീത്തയോ വിവരക്കേടോ വിടലത്തരോ എന്തോ ആയിക്കോട്ടെ അത് ആൾക്കാർ കേൾക്കത്തുള്ളൂ കാണത്തുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിൻ്റെ സമയമായെന്ന് എനിക്ക് തോന്നി. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന, എൻ്റെ വൈബിലുള്ള അല്ലെങ്കിൽ എനിക്ക് നന്നായി ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പൊളിറ്റിക്സ് ആയാലും സെലിബ്രിറ്റികളുടെ വിഷയങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായാലും ഉണ്ടായി. പക്ഷെ അതിലൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ ചാനൽ അപ്പോൾ ആ ഇൻ്റർവ്യൂ പാറ്റേൺ കേട്ടില്ലേ? ഇനി ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? ഇരുന്ന് പറയുന്നുണ്ട്, എൻ്റെ ചാനല് ഇന്റർവ്യൂ പാറ്റേണിൽ കൊണ്ടുവന്നത് കുറച്ച് ഓഡിയൻസിനെ കിട്ടാനാണ്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യാൻ. എന്താണ് ഞാൻ പറയുന്ന കാര്യം നല്ലതായാലും ചീത്തയായാലും വിവരക്കേടായാലും എന്തോ വിടലത്തരവായാലും ആൾക്കാർ കാണൂ. ഇത് പറഞ്ഞിട്ട് ഇത്രയും പറയണതിൻ്റെ വല്ല കാര്യമുണ്ടോ ചേച്ചി? ആരെങ്കിലും വിളിച്ച് പറയോ നിങ്ങളെ ചാനൽ റീച്ച് ആവാനാ, നിങ്ങൾ വിവരക്കേട് വരെ പറഞ്ഞാലും റീച്ച് ആവണമെന്നാ പറഞ്ഞിരിക്കുന്നേ, നമ്മൾ പറഞ്ഞതല്ല. നിങ്ങൾ നല്ല നല്ല വിഷയങ്ങൾ എടുത്ത് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന, വിഡോകൾ ബുദ്ധിമുട്ടുന്ന, ഭർത്താവില്ലാത്ത സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന, ഡിവോഴ്സ് ആയിട്ടുള്ളവർ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലായിട്ട് മാറണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെയൊക്കെ വേണം പറയാൻ. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമായിക്കോട്ടെ കള്ളമായിക്കോട്ടെ വിവരക്കേടായിക്കോട്ടെ വെടലത്തരമായിക്കോട്ടെ ജനങ്ങളിലേക്ക് എത്താൻ. എന്നിട്ട് പെയ്ഡ് പ്രൊമോഷനാണ് ഫുള്ള്. കാരണം ഇവര് രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് പറഞ്ഞാലേ ഇവരെ വീഡിയോ ഫുള്ളായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുള്ളൂ. രേണുസുതിക്ക് ഓപ്പോസിറ്റ് പറഞ്ഞാൽ കണ്ടോ ഈ ശാരിക വരെ പറഞ്ഞല്ലോ എന്നും പറഞ്ഞു പോകും. അല്ലാതെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനായിട്ട് കണ്ടന്റ് ഒന്നും കാണത്തില്ല. ഇവരുടെ ഈ പെയ്ഡ് പ്രൊമോഷൻ ആരും കാണത്തില്ല. ഇതിൽ കൂടെ തന്നെ അവർ പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് അഡ്വർടൈസ്മെന്റിനുള്ള കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കുന്ന കണ്ടോ. ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? എല്ലാ എണ്ണവും ഒരേപോലെ തന്നെ, ഒരേ മാലേര മുത്തുകൾ പോലെ കോർത്തിരിക്കുക. എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ച് ഈ ചേച്ചി വന്ന് എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോയി, അത് അത്രേ ഉള്ളൂ. ഞാൻ എടുത്ത ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ എന്തൊക്കെ വിവരക്കേട്, ഇവർ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നതെന്ന്. ആദ്യമേ പറഞ്ഞു വിവരക്കേടായാലും പറഞ്ഞു. അതിൽ കൂടുതൽ നമുക്ക് എന്ത് പറയാനാണ്? ഇത് ഇവർ പറയും പോലെ വിവരക്കേടാണോ വെകളിത്തരമാണോ ഇത് വെടലത്തരമാണോ അതോ നല്ലതാണോ കാര്യങ്ങളാണോ എന്നുള്ളത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അതുപോലെ തന്നെ കിച്ചു പോയതിനെ കുറിച്ചുള്ള അഭിപ്രായവും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, അടുത്ത പ്രാവശ്യം ഞാനത് മെൻഷൻ ചെയ്യുന്നതാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു രേണുസുതിയെ നന്നാക്കാൻ പോയ ചിന്നുമായിട്ടുള്ള കൂട്ട് വിടുമെന്ന്. ചേച്ചി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി, ഞാനല്ല ദൈവം നന്നാക്കാൻ പോയാലും നമ്മൾ അടിച്ചു വിടും. കാരണം നന്നാവുക പോസിറ്റീവ് എന്നൊരു കാര്യമേ ആ സ്ത്രീക്ക് അറിയില്ല. പോസിറ്റീവ് ഇപ്പം നമ്മൾ നല്ലൊരു സാധനം മോശപ്പെട്ട സാധനം എടുത്തു വെച്ച് അവൾ മോശപ്പെട്ട സാധനം സെലക്ട് ചെയ്യൂ, അവൾക്ക് അതേ അറിയുള്ളൂ. ഞാൻ ഒരിക്കലും പോയി നന്നാക്കുമെന്ന് ചേച്ചി പ്രതീക്ഷിക്കേണ്ട. എൻ്റെ കൂട്ട് വിട്ട് പോവരുത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണം. ഞാൻ അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പോയാൽ ഞാൻ നല്ലത് പറയാൻ ചെന്നെന്നും പറഞ്ഞ് എന്നെ അടിച്ചിറക്കി തിരിച്ചു വിടും. അവസാനം നിങ്ങളെ കടത്തി തന്നെ ഞാൻ വരും. ഞാൻ ഒരിക്കലും പോവില്ല. അപ്പോൾ എനിക്ക് ചേച്ചിയുടെ പേര് ഞാൻ മറന്നു, ഞാൻ ഓർത്ത് വെച്ചിരുന്നതാണ്. എന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം ചേച്ചിയെ ഞാൻ മെൻഷൻ ചെയ്യും. എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്യും. എനിക്ക് ഇനി ആ ചേച്ചിയെ മെൻഷൻ ചെയ്തു ബാക്കി ആരെയും പറഞ്ഞില്ല എന്നും പറഞ്ഞ് എന്നോട് പിണങ്ങി പോവരുത്. എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ആ ചേച്ചി അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.